ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്രീസിലെ റോഡ്സ് എന്ന് പറഞ്ഞ പുരാതന നഗരത്തിൻ്റെ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു പനോരമിക് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ റോഡ്സ് എന്ന് പറഞ്ഞ ഐലൻഡിലെ ഈ സിറ്റി നമ്മളിന്ന് നടന്ന് കാണാൻ പോവാണെന്ന്. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ. ഞാനിന്ന് നല്ല രാവിലെ തന്നെ പുറത്തിറങ്ങി. അപ്പോൾ ഇന്ന് വേറൊരു വലിയൊരു ഷിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. സെലിബ്രിറ്റിയുടെ ഒരു ഇതാണ്, പടുകൂറ്റൻ ഷിപ്പാണത്. അതിൻ്റെ വലിപ്പവും അതിൻ്റെ ഓരോരോ ഫീച്ചറുകളും വർണ്ണനീയമാണ്. കാരണം ഇത് ഏറ്റവും പുതിയൊരു ഷിപ്പാണ്. അങ്ങനെ പതുക്കെ നടന്നു, പോർട്ടിലൂടെ നടന്നു ഈ സിറ്റിയുടെ വോളൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഇത് പുരാതനം എന്ന് പറഞ്ഞ പോലെ അതിപുരാതന കാലത്ത് നിർമ്മിച്ച ഒരു വോളാണത്. കോട്ട എന്നൊക്കെ പണ്ടത്തെ ആളുകൾ അവരുടെ സിറ്റീനെ ഒരു യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ഒരു കോട്ടയാണത്. അതിൻ്റെ അകത്തായിരുന്നു അവർ ജീവിച്ചിരുന്നത്. കാരണം നല്ലൊരു സെക്യൂരിറ്റി കിട്ടുമായിരുന്നു. ഇപ്പോൾ ഈ സമയത്ത് ഇവർ ബീച്ചിൻ്റെ സൈഡിൽ നല്ല നടപ്പാതകളും അതിമനോഹരമായ നടപ്പാതയിലൂടെ നമുക്ക് നടന്ന് നീങ്ങുമ്പോൾ ഇതിൻ്റെ ഭംഗിയെല്ലാം കാണാം. കാരണം ഇതിൻ്റെ ആ ഒരു പഴമയും അത്രയും പഴക്കവും നമുക്ക് കാണാൻ പറ്റും. ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ചും പിന്നെ അവിടുത്തെ പൗരാണികത്തെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ ഒളിമ്പിക്സൊക്കെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞല്ലോ. ഒളിമ്പിക്സ് ആദ്യമേ തന്നെ തുടങ്ങിയത് ഗ്രീസിലാണ്. കാരണം അവിടെ എന്തോ യുദ്ധത്തിൻ്റെ സമയത്ത് മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വേണ്ടി ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാരത്തോൺ ഓടും. അവിടെ നിന്നാണ് ഒളിമ്പിക്സിൻ്റെ ഉദയം തന്നെ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ സിറ്റിയുടെ അകത്തേക്ക് ഞാൻ കയറി, വോളിൻ്റെ അകത്ത് ഞാൻ കയറി, അതായത് കോട്ടയുടെ അകത്ത് കയറി. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോഴും ആ പഴയ രീതിയിലുള്ള ബിൽഡിങ്ങുകൾ തന്നെയാണ് ഉള്ളത്. ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ? കാരണം ഇന്നൊക്കെ നമുക്ക് വിചാരിക്കാം ഇത്രയും കോൺക്രീറ്റ് വെച്ചൊക്കെ കമ്പി കൊണ്ടും ഒക്കെ ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയത്. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണത്? കല്ലിൽ തന്നെയാണ് അതിരിക്കുന്നത്. അതൊക്കെയാണ് ആ ആർക്കിടെക്റ്റിൻ്റെ പ്രത്യേകത. അത്ര കഴിവുള്ള കലാകാരന്മാരൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. അത്രയും കഴിവുള്ള പണിക്കാരുണ്ടായിരുന്നു. ഇന്നൊന്നും നമുക്ക് അങ്ങനെയുള്ള ആളുകളെ കണ്ടുകിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ എല്ലാം കോൺക്രീറ്റിൻ്റെ കാലമാണല്ലോ. അതുപോലെ തന്നെ നമ്മൾ പല സംസ്കാരങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ കൂടുതലും ഗ്രീക്ക് ഓർത്തഡോക്സ്, പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി ഉണ്ട്, പിന്നെ അവിടെ മുസ്ലിംസ് ഉണ്ട്. ഒരു മോസ്കാണത്. അത് ഒരിത്തിരി പഴക്കമുള്ള പ്രാധാന്യമുള്ള ഒരു മോസ്കാണത്. പിന്നെ ഇവിടെ നമ്മൾ പതുക്കെ നടന്നു നിന്നപ്പോൾ സൈഡിൽ നമുക്ക് ഈ ഒരു വഴി, അതായത് ഇവർ വളരെ പ്ലാൻഡ് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് നേരെ നമുക്ക് കടൽ വരെ എത്താൻ പറ്റും. ബീച്ച് ഫ്രണ്ടിലേക്ക് എത്താൻ പറ്റും. ഞാൻ പറഞ്ഞ ഒരു മോസ്കിൻ്റെ ഇത് കണ്ടു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഒരു പള്ളിയിലാണ്. ഇതൊരു മ്യൂസിയമാണ്. പിന്നെ യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഇവിടുത്തെ എല്ലാ മ്യൂസിയത്തിൽ കയറണമെങ്കിലും പൈസ കൊടുക്കണം. പൈസ കൊടുക്കാണ്ട് കയറാൻ പറ്റത്തില്ല. എൻട്രൻസ് ഫീൻ്റെ €10 ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അകത്ത് കയറിയില്ല. പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് ആ ഒരു സെൻറ്റ് ജോൺ എന്ന് പറഞ്ഞ ആ ഒരു ചർച്ച് നാമാവശേഷമായി. അതിന് കുറച്ച് അവശിഷ്ടങ്ങൾ ചരിത്രകാരന്മാർ പെറുക്കിയെടുത്തിട്ടുണ്ട്. അതിരുന്ന ഒരു ലൊക്കേഷനാണത്. ഇങ്ങനെയായിരുന്നു ആ ചർച്ച് ഒരു കാലത്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. ബാക്കിയുള്ള ആണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്.
അങ്ങനെ ആ കാസിൽ പുറത്തുനിന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. കാരണം ഇത് ഏറ്റവും ഉയരം കൂടിയൊരു സ്ഥലമാണ്. അവിടെ ഒരു കുന്നിൻ്റെ മുകളിലാണ് പാലസ് ഒരു കാസിൽ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഇവിടുത്തെ നടപ്പാതകളിലൊക്കെ നമുക്ക് ഇതുപോലുള്ള ആർട്ട് വർക്കുകളും കാണാൻ പറ്റും. ഇതെല്ലാം ഒത്തിരി പഴക്കമുള്ളതാണ്. അതൊന്നും പുതിയ കാലത്ത് ഉണ്ടാക്കി ചെയ്തിരിക്കുന്നതല്ല. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ മോസ്ക്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഞാൻ അതിരാവിലെ പോയെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കടകളെല്ലാം ഷോപ്പുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ കൊറോണ കഴിഞ്ഞ് ആ ഒരു ഇതിൽ നിന്ന് ആ ഒരു പതുക്കെ മോചനമായി വരുന്നേ ഉള്ളൂ ഇവിടുത്തെ സ്ട്രീറ്റുകളും കച്ചവടങ്ങളെല്ലാം. ഇങ്ങനെ പല പല പൗരാണികമുള്ള അത്ര പഴക്കമുള്ള ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങിൻ്റെ കാല് നിൽക്കുന്നത് ഒരു റോട്ടിലും, മറ്റുള്ള ബിൽഡിങ്ങിൻ്റെ ഒരു കാല് റോട്ടിലാണ് നിൽക്കുന്നത്. പിന്നെ ബിൽഡിംഗ് ഇരിക്കുന്നത് ഒരു പ്രൈവറ്റ് സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ക്വയർ. മാർക്കറ്റ് സ്ക്വയറെന്നോ റെസ്റ്റോറൻറ്റ് സ്ക്വയറെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. ഇവിടെ ഒത്തിരി കഫറ്റീരിയകളും ഷോപ്പുകളും എല്ലാം ഉണ്ട്. അപ്പോൾ അകത്തെ ആ ഒരു കാഴ്ച കണ്ട് നമ്മൾ ആ കോട്ടയുടെ ഒരു എൻട്രൻസിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരികയാണ്. ഇനി നമുക്ക് അടുത്തൊരു വേറെ ഇതുപോലെ തന്നെ ഒത്തിരി എൻട്രൻസുകളുണ്ട്. വേറൊരു എൻട്രൻസിലേക്ക് നമുക്ക് പതുക്കെ പോകാം. അങ്ങനെ അടുത്ത എൻട്രൻസിലൂടെ അകത്ത് കയറിയപ്പോൾ ഞാൻ കണ്ടത് ഇതൊരു റെസ്റ്റോറേഷൻ വർക്കാണ് നടക്കുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അതായത് പണ്ട് കടൽ ഇവിടം വരെ ഉണ്ടായിരുന്നു. അതായത് ഈ കാണുന്നതെല്ലാം ഹാർബറായിരുന്നു. അതിപ്പോൾ അവരിങ്ങനെ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണത്. അപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പിൽ ഇവിടം വരെ ഹാർബറുകൾ ഉണ്ടായിരുന്നു. ഹാർബറുണ്ട്. അപ്പോൾ അതായത് കടൽ ഇവിടുന്ന് അത്രയും ഇറങ്ങിപ്പോയെന്നതിൻ്റെ സാരം. പിന്നെ ഇപ്പോൾ ഞാൻ കാണുന്നത് യൂറോപ്പിലൊരിക്കലും കാണാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം കോട്ടയുടെ അകത്ത് ഇങ്ങനെ വേസ്റ്റ് കൂട്ടിയിട്ടിട്ട് അവിടെ നിന്ന് വേറൊരു വണ്ടി വന്നിട്ട് ഇതെല്ലാം വാരി എടുത്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. കാരണം ആളുകൾ അവിടെ വേസ്റ്റ് ഡംപ് ചെയ്യുന്നൊരു സ്ഥലമാക്കി വെച്ചു. ഇതൊന്നും ഇങ്ങനത്തെ കാഴ്ചകൾ യൂറോപ്പിൽ വളരെ അപൂർവമായിട്ട് കാണാറുള്ളൂ. അതായത് ഇങ്ങനെ മറ്റെല്ലാം കറക്റ്റ് വേസ്റ്റ് ഇടാനുള്ള ഇങ്ങനെ ബിന്നുകൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ബിന്നിൽ വിട്ടിട്ട് എടുത്ത് കൊണ്ടുപോകാൻ പതിവ്. അപ്പോൾ ഇതിനകത്ത് 2 ആരോകൾ കാണുന്നുണ്ട്. ഒന്ന് ബൈസന്റൈൻ വാളിലേക്കും പിന്നെ ഒന്ന് ഹെല്ലനിക് ഫോർട്ടിഫിക്കേഷൻ വാൾ. ഇപ്പുറത്തെ നമ്മൾ നേരത്തെ കണ്ടാണത് ഹെല്ലനിക് ഫോർട്ടിഫിക്കേഷൻ വാൾ. ഇപ്പുറത്ത് നേരത്തെ നമ്മൾ കണ്ട ഈ ഒരു മൊത്തത്തിനാണ് ബൈസന്റൈൻ വാൾ. ബൈസന്റൈൻ എന്ന് പറഞ്ഞാൽ യുഗം ഉണ്ടല്ലോ, റോമൻ യുഗം, ഓട്ടോമൻ, ആ ഒരു ഇതുപോലെ തന്നെ ആ ഒരു കാലഘട്ടമാണ് അത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് വന്നിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി വേറൊരു കോട്ടയുടെ അകത്ത് കയറുന്ന വീഡിയോ ഇട്ടില്ല എന്നുള്ളൂ. ഇറങ്ങുമ്പോൾ ഞാനത് കാണിക്കുന്നുണ്ട്. കാരണം ഈ കോട്ടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത്. ഈ നിങ്ങൾ ഈ കമാനങ്ങളൊക്കെ കണ്ടു. ഈ കമാനങ്ങളെല്ലാം ഈ ഇതുപോലത്തെ ആർച്ചുകളെല്ലാം അന്ന് ഉണ്ടാക്കി വെച്ചാൽ അത് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ തന്നെ റോഡ് നോക്കിയാലും ടാറിട്ട റോഡുകളല്ല, എല്ലാം കല്ല് പാകിയ റോഡുകളാണ്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടുത്തെ ഒരു എന്താ പറയുക, പൗരാണികത ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. കാരണം ആ വർക്കും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള വർക്കാണെന്നും കൂടി മനസ്സിലാക്കണം. ഇതാണ് ആ ഒരു എൻട്രൻസ്. ഇതുപോലെ ഒരു കുറേ ചർച്ചുകൾ എന്ന സ്ഥലമാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ കയറി കഴിഞ്ഞപ്പോൾ കാണാൻ കഴിഞ്ഞാൽ എല്ലായിടത്തും ഓരോ നെയിം ബോർഡുകൾ ഇട്ടിട്ട് ഇത് ഓരോരോ ചർച്ചുകളുടെ പേരുകളാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നാശനഷ്ടമായി ഇനി ഇതൊക്കെയാണ് അവശേഷിക്കുന്നത്. കാരണം അത്രയും വർഷങ്ങൾക്ക് ശേഷം നിലനിൽക്കുന്ന തൂണുകളുടെ അവശിഷ്ടങ്ങളും തൂണുകളുടെ ബേസും ഒക്കെയാണ് ഈ കാണുന്നത്. പിന്നെ ചരിത്രകാരന്മാർ ഇവിടെ ഗവേഷണങ്ങൾ നടത്തി ഓരോന്നോരോന്ന് കണ്ടുപിടിക്കും. അതൊക്കെ അവരിങ്ങനെ ഇതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ കമ്പി വേലികൾ കൊണ്ട് മറച്ച് അതിനകത്തേക്ക് ഇറങ്ങാതിരിക്കാനുണ്ട്. കാരണം അവിടെ ഇനിയും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താനുണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ അവിടെ കമ്പി ഇങ്ങനെ കെട്ടിച്ച്, കാരണം ആ കല്ലുകളും കാര്യങ്ങളൊക്കെ അന്നത്തെ അത്ര പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു. പിന്നെ ഇതൊക്കെ കണ്ട് ഞാൻ കുറച്ച് ഈ വഴി കൂടെ പോയപ്പോൾ ഇങ്ങനെ ഒരു മനോഹരമായൊരു റൗണ്ട് അബൌട്ട് എന്ന് വേണമെങ്കിൽ പറയാം. റൗണ്ട് അബൌട്ടും കണ്ടു. കടൽ കുതിരകൾ എന്നാണ് ഇതിന് പറയുന്നത്. പിന്നെ വൃക്ഷങ്ങൾക്ക് കൊണ്ട് തണലുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലം. ഒരു 3-4 വൃക്ഷങ്ങളുണ്ട്. പക്ഷെ അത് വളരെ മനോഹരമായി വെട്ടി ഒതുക്കി അതിൻ്റെ അടിയിൽ നമുക്ക് പോയി ഇരിക്കാം. പിന്നെ അവിടെ ഒരു മോണ്യുമെൻറ്റും ഉണ്ട്, ഒരു വാർ മെമ്മോറിയലിൻ്റെ ഒരു മോണ്യുമെൻറ്റും ഉണ്ട്. അങ്ങനെ അതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. കാരണം ഒരു പ്രകൃതിദത്തമായൊരു കുളിർമയുണ്ട് അവിടെ.
പിന്നെ യൂറോപ്പിലെ എല്ലാ കടകളിലും റെസ്റ്റോറൻറ്റുകളും എല്ലാം ഇതുപോലെ ഇങ്ങനെ ചെടികളും ഇങ്ങനെ അതിമനോഹരമായി വെട്ടി ഒതുക്കി പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നു. കാരണം യൂറോപ്പിൻ്റെ സമ്മറാണല്ലോ അപ്പോൾ അത് കാരണം സന്ദർശകർ ഒത്തിരി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മളെ കോട്ടയിൽ നിന്ന് അതിൻ്റെ ഒരു എൻട്രൻസിലേക്കൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ റോഡ്സിൻ്റെ ട്രിപ്പ് ഇവിടെ തീരാണ്. ഇനിയും ഇതുപോലുള്ള ജേർണികളുണ്ടാവും. എല്ലാവരും കാണുക. താങ്ക് യു.